നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൽ 4ാമത്തെ ചാപ്റ്റർ ആയിരിക്കുന്ന റിഫ്ലക്ഷൻസ് ഓഫ് ലൈറ്റിൻ്റെ 6ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു പ്രോബ്ലം ഹോംവർക്കായിട്ട് തരികയാണ്. ഈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഹിൻ്റായിട്ട് ഞാൻ പറയാം. An object is placed 6 cm away in front of a concave mirror of a focal length 5 cm. അപ്പോൾ ഇതിൽ ഒബ്ജക്റ്റ് എന്താണ് ഇതും തമ്മിലുള്ള മിററും തമ്മിലുണ്ടാകുന്ന അകലം എന്ന് പറയുന്നത് യു ആണ്. അപ്പോൾ 8 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് യു ആണ്. അതായത് അതിന് നമ്മളെപ്പോഴും -8 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കണം. യു = -8 സെൻറ്റിമീറ്റർ. ഓക്കെ. ഫോക്കൽ ലെങ്ത് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഒബ്ജക്റ്റിന് ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും പ്രോബ്ലം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് യുവിനെയും കാട്ടിയും കുറവാണ് 5 എങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് കുഴപ്പമില്ല. ഓക്കെ. യുവിനെ കാട്ടിയും കുറവാണ് ഫോക്കൽ ലെങ്ത് എങ്കിൽ യു ആണ് ഏറ്റവും വലുത്. യു വലുതും ഫോക്കൽ ലെങ്ത് ചെറുതുമാണെങ്കിൽ യു വലുതും ഫോക്കൽ ലെങ്ത് ചെറുതുമാണെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ. നേരെ മറിച്ചാണെങ്കിൽ എന്താണ്, ഫോക്കൽ ലെങ്ത് വലുതും യു ചെറുതുമാണെങ്കിൽ നമ്മളെ പണ്ടത്തെ കണ്ടീഷൻ പോവും. എന്ത്, ബിഹൈൻഡ് ദ മിറർ ആവും. അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ. കിട്ടുന്ന ഉത്തരം എന്താണ്, ഈ വന്നിരിക്കുന്ന ഫോക്കൽ ലെങ്ത് എങ്ങോട്ടാണ് ഉണ്ടാവുക? നെഗറ്റീവ് ആയിരിക്കുമല്ലോ ഉണ്ടാകുക. ഫോക്കൽ ലെങ്ത് നെഗറ്റീവാണ്, യു നെഗറ്റീവാണ്, ഒബ്ജക്റ്റും നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാകും. ഇമേജും നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഇമേജിൻ്റെ ഇതുണ്ടല്ലോ, ഡിസ്റ്റൻസ് പറയുന്നത്, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ ഒബ്ജക്റ്റിൻ്റെയും ഫോക്കൽ ലെങ്ത്തിൻ്റെയും ഡിസ്റ്റൻസ് തമ്മിലുണ്ടാകുന്ന ഒരു എന്താണ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്താണ് പറയാം. ഇപ്പോൾ ഫോക്കൽ ലെങ്ത്ത് ഡിസ്റ്റൻസ്, ഫോക്കൽ ലെങ്ത്ത് എഫ് എന്ന് പറയും, സ്മോൾ ലെറ്റർ എഫ് ആണ്. ഏതും അതുപോലെ ഒബ്ജക്റ്റും മിററും, മിറർ മീൻസ് പോളും ഒബ്ജക്റ്റും തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസും, അതായത് യുവും എഫും തമ്മിലുണ്ടാകുന്ന ഒന്ന് നോക്കി നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടുക. ഇതിൽ ഫോക്കൽ ലെങ്ത് ആണ്, ഇതിൽ വലുത് ഫോക്കൽ ലെങ്ത് ആണ്. യുവും എഫും എടുക്കുമ്പം ഫോക്കൽ ലെങ്ത് ആണ് വലുതെങ്കിൽ എന്തായിരിക്കും? യു ചെറുതായിരിക്കുമല്ലോ. യു ചെറുതെന്ന് പറഞ്ഞാൽ ഈ എവിടെയായിരിക്കും? പോളിൻ്റെയും ഫോക്കൽ ലെങ്ത്തിൻ്റെയും ഇടയിലായിരിക്കും ഈ ഒബ്ജക്റ്റ് ഉണ്ടാകുക. അങ്ങനത്തെ കണ്ടീഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇമേജ് ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും. അല്ലാത്ത കേസിൽ, അതായത് ഫോക്കൽ ലെങ്ത് ചെറുതും യു വലുതുമാണെങ്കിൽ അങ്ങനത്തെ കേസിൽ നമുക്കൊരു പ്രശ്നമില്ല. അതേപോലെ നമുക്ക് ചെയ്താൽ മതി. എന്തായിരിക്കും? ഇമേജ് എന്ത് ഇത് വെച്ചാലും എന്തായിരിക്കും? എന്താണ്, ഫ്രണ്ടിലായിരിക്കും, മിററിൻ്റെ ഫ്രണ്ടിലായിരിക്കും. ഓക്കെ. അത് നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. എന്താണ്, യുവും എഫും തമ്മിലുണ്ടാകുന്ന, അല്ലെങ്കിൽ യുവും എഫും തമ്മിലുണ്ടാകുന്ന അകലങ്ങൾ തമ്മിൽ നമ്മൾ മനസ്സിൽ കാണിച്ചാൽ മതി. യുവും എഫും ആണെങ്കിൽ യു വലുതും എഫിനേക്കാൾ വലുതാണെങ്കിൽ, ഇല്ലേ, ഇവിടുത്തെ കണ്ടീഷനിൽ യു എഫിനെക്കാട്ട് വലുതല്ലേ? നോക്കുക. -5 ആണോ -7 ആണോ ഏറ്റവും വലുത്? അല്ല, -5 ആണോ -8 ആണോ വലുത്? യഥാർത്ഥത്തിൽ -5 ആണ്. പക്ഷേ നെഗറ്റീവ് സൈഡിലേക്ക് നോക്കുമ്പോൾ അകലത്തിൻ്റെ, അതായത് പോളും ഈ ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണോ കൂടുതൽ? അകലമാണ് നമ്മുടെ കണക്ക്. അതുപോലെ പോളും ഫോക്കസും തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസ് ആണോ ഇതിൽ വലുപ്പം? അകലം കൂടുതൽ ചിന്തിച്ച് നോക്കുമ്പം നമ്മുടെ ഒബ്ജക്റ്റ് തന്നെയാണ്, അല്ലേ? അങ്ങനെയാണ്. അകലമാണ് നമ്മുടെ എന്താണ്, വലുത് ഏതാണോ, സംഖ്യയുടെ വലുതല്ല ചോദിക്കുന്നത്. സംഖ്യയിൽ നോക്കുകയാണെങ്കിൽ -5 ആണോ -8 ആണോ ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ -5 ആണ്. -5 ആണോ -8 ആണോ വലുതെന്ന് ചോദിച്ചാൽ -5 ആണ്. സംഖ്യയുടെ അല്ല. അകലം നോക്കുമ്പോൾ ഏറ്റവും വലുത് -8 ആണ്, അല്ലേ? 8 ആണ്. അതായത് മാഗ്നിഫിക്കേഷൻ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ 8 ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അത് ആ അകലം. അപ്പോൾ ഇതിൽ ചിന്തിച്ച് നോക്കുമ്പം യു വലുതും
എഫ് ചെറുതുമല്ലേ, അതുകൊണ്ട് നമുക്ക് എപ്പോൾ എന്തായാലും ഇമേജ് എന്തായിരിക്കും, ഫ്രണ്ടിലായിരിക്കും ഉണ്ടാകുക. നേരെ തിരിച്ച് ഈ F-8 യു എന്ന് പറയുന്നത് -5 ആണെങ്കിൽ ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും. ക്ലിയർ അല്ലേ? അത് ഓർത്ത് വെക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം അല്ലേ. ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ഇമേജ് ആൻഡ് മാഗ്നിഫിക്കേഷൻ. എന്തായാലും ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് അല്ലേ. ഫോക്കൽ ലെങ്ത് പറഞ്ഞാൽ എന്താണ്? ഫോക്കൽ ലെങ്ത് പറഞ്ഞാൽ നമുക്ക് എന്ത് പഠിച്ചിട്ടുണ്ട്? എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? UV/U+V. എഫ് ഇസ് ഈക്വൽ ടു UV/U+V എന്നുണ്ട്. ആ ഇക്വേഷനിൽ നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് വി കണ്ടുപിടിക്കാൻ. ഇവിടെ യു തന്നിട്ടുണ്ട് അല്ലേ, -8 ആണ് അല്ലേ. യു -8 ആണ് നമ്മളിവിടെ തന്നിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പം അതിൽ നിന്ന് നമുക്ക് വേറെ എന്ത് കണ്ടുപിടിക്കാം? എഫും തന്നിട്ടുണ്ട്. അപ്പം വി കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. വി കണ്ടുപിടിക്കാനുള്ള ഫോർമുല അല്ലേ. എന്താ വി കണ്ടുപിടിക്കാനുള്ള ഫോർമുല? വി ഈസ് ഈക്വൽ ടു FU/U - F. അതിൽ നിന്ന് വി കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, അങ്ങനെ കണ്ടുപിടിച്ച് കഴിക്കുന്ന ആ ഫോർമുലയിൽ നിന്ന് യുവും വിയും കിട്ടുമല്ലോ. അപ്പം -V/U കണ്ടുപിടിച്ചാൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, ആ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ആ രീതിയിലൂടെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതൊരു ഹിൻ്റായിട്ടേ പറയുന്നുള്ളൂ, നിങ്ങൾക്കൊന്ന് ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കണം. ഫൈൻഡ് ഔട്ട് വെദർ ദ ഇമേജ് ഈസ് ഇൻവേർട്ടഡ് ഓർ ഇറക്റ്റ്. ഇൻവേർട്ടഡ് ആണോ ഇമേജ് അല്ലെങ്കിൽ ഇറക്റ്റ് ആയിട്ടാണോ ഉണ്ടാകുക ചോദിക്കുക. ഡ്രോ ദ റേ ഡയഗ്രാം. അതായത് HI എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? മാഗ്നിഫിക്കേഷൻ എത്രയാണോ കിട്ടുന്നത് നോക്കി വെക്കാം. ആ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് എന്തായിരിക്കും? മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ആ മാഗ്നിഫിക്കേഷൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ആ ഹൈറ്റ് ഇമേജ് എന്തായിരിക്കും? HI/HO അല്ലേ. HI/HO എന്ന് പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് ആണെങ്കിൽ ഒരു ഒറ്റ കാരണമേ ഉള്ളൂ. അത് എന്താണ്? ഒബ്ജക്റ്റ് എപ്പോഴും എന്തായിരിക്കും ഉണ്ടാകുക? ഇറക്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാകുക. ഒബ്ജക്റ്റ് എപ്പോഴും ഇറക്റ്റ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പം ഒറ്റ കണ്ടീഷൻ ഉണ്ടാവുള്ളൂ. ഏത്? HI എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആയിരിക്കും. അതായത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ അസ്യൂം ചെയ്യേണ്ടത് എന്താണ്? ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എപ്പോഴും ഇറക്റ്റ് ആയിരിക്കും. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എപ്പോഴും എങ്ങനെയാണ് ഉണ്ടാകുക? ഇതുപോലെ ആയിരിക്കും എന്ന് അസ്യൂം ചെയ്യണം. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് മാഗ്നിഫിക്കേഷൻ കിട്ടിയിരിക്കുന്നത് നെഗറ്റീവ്. ഇത് പ്രോബ്ലം ചെയ്ത് നോക്കിയിട്ട് നെഗറ്റീവ് ആണ് ഒബ്ജക്റ്റ് കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ചെയ്യാൻ വിടുകയാണ്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ HI/HO എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പം HO എന്ന് പറയുന്നത് എന്തായാലും മുകളിലോട്ടല്ലേ, പ്രിൻസിപ്പൽ ആക്സിസ് മുകളിലോട്ട് ആയതുകൊണ്ട് പ്ലസ് ആയിട്ട് എടുക്കും. അപ്പോൾ ഒരൊറ്റ കണ്ടീഷനുള്ളൂ, HI. അങ്ങനത്തെ കണ്ടീഷനിൽ HI എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്തതിൽ പറയാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ചെയ്ത് കിട്ടുന്ന മാഗ്നിഫിക്കേഷനാണ്. നെഗറ്റീവ് ആണെങ്കിൽ HI നെഗറ്റീവ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ HI എന്തായിരിക്കും? പോസിറ്റീവ് തന്നെ ആയിരിക്കും. കാരണം HI/HO എന്ന് പറയുന്നത് എന്താണ്? HI/HO എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവാണ്. അപ്പം HI എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? പോസിറ്റീവ് അല്ലേ പോസിറ്റീവ് ആവുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. നമുക്ക് അടുത്തതിലേക്ക് പോവുകയാണ്. കുറച്ച് ഫിഗർ കൊടുത്തിട്ടുണ്ട്, 5 ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ഏത് ടേബിൾ? ഫിഗർ 1 എന്താണ്? HI എന്ന് പറയുന്നത് ഫിഗർ 1 ഇതാണ്. HI എന്ന് പറയുന്നത് എന്താണ്? ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? HI എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ലേ, നെഗറ്റീവ് അല്ലേ HI. ഈ ഫിഗർ പ്രകാരം HI എന്ന് പറയുന്നത് നെഗറ്റീവാണ് അല്ലേ. HO എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവാണ് അല്ലേ.
HI എന്ന് പറയുന്നത് നെഗറ്റീവും HO എന്ന് പറയുന്നത് പോസിറ്റീവും. അപ്പോൾ മാഗ്നിഫിക്കേഷൻ HI/HO എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ബൈ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം നെഗറ്റീവായിരിക്കും കിട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ആയിരിക്കാമെന്ന് നേരത്തെ പ്രോബ്ലത്തിൽ തന്നെ പറഞ്ഞല്ലോ. അതേ രീതിയിൽ തന്നെ നെഗറ്റീവായിരിക്കും. ഇനി ഈ ഇമേജ് എന്താണ്? ഇമേജിൻ്റെ ആണ് കേട്ടോ ഇറക്റ്റ് ആണോ വിർച്വൽ ആണോ ഇൻവേർട്ടഡ് ആണോ റിയൽ ആണോ എന്നുള്ള ഇത് പറയുന്നത്. ഇറക്റ്റും ഇറക്റ്റ് എന്താണെന്ന് നമ്മൾ അറിയാലോ. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാകുക? ഇറക്റ്റ് ഇതാ ഇങ്ങനെ. അത് ഓരോന്ന് ഓർത്ത് വെക്കണം. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാകുക അല്ലേ? വിർച്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിർച്വൽ എന്ന് പറഞ്ഞാൽ ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും അല്ലേ? ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും ഉണ്ടാകുക. അത് എന്ത് തമ്മിൽ കൂട്ടി മുട്ടിയിട്ടല്ല ഉണ്ടാകുക. നമ്മളെ എന്ത് തമ്മിൽ കൂട്ടിയിട്ടല്ല, റിഫ്ലക്റ്റഡ് റേസ് തമ്മിൽ കൂട്ടി മുട്ടിയിട്ടല്ലാതെ ഉണ്ടാകുന്ന ഇമേജ് ആണെന്ത്? വിർച്വൽ ഇമേജ് എന്ന് പറഞ്ഞു അല്ലേ? റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ തമ്മിൽ കൂട്ടി മുട്ടിയിട്ടുണ്ടാകുന്ന ഇമേജ് ആണെന്ത്? റിയൽ ഇമേജ് എന്ന് പറയുന്നത്. ഇനി ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? തല തിരിച്ചായിരിക്കും ഉണ്ടാകുക. അതൊക്കെ ഇമേജിൻ്റെ രീതിയിൽ എങ്ങനെയായിരിക്കും ഉള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ. ഇനി സൈസ് ഓഫ് ദി ഇമേജ്, ഇമേജിൻ്റെ സൈസ് എന്തായിരിക്കും? അതാണ് ഈ ടേബിളിൽ പറയുന്നത്. ഇനി ഡിമിനിഷ്ഡ് എന്താണ്, മാഗ്നിഫൈഡ് എന്താണ് കൂടി നമ്മൾ പറയണം. ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിട്ട് പോകുന്ന അതിനാണ് അതായത് ഒബ്ജക്റ്റിനെക്കാളും ചെറുതായിരിക്കണം ഇമേജ്. അതാണ് അങ്ങോട്ട് ചെറുതായി പോകുന്നതിനാണ് ഡിമിനിഷ്ഡ് എന്ന് പറയുന്നത്. ഇനി അതായത് വളരെ ചെറുതായിട്ട് പോകുന്നതിന് നമ്മൾ കാണാൻ പറ്റാത്ത രീതി വലിയ ഒബ്ജക്റ്റിനെ ഈ ഇമേജ് ആക്കുമ്പോൾ ഇമേജ് വളരെ ചെറുതായി പോകുന്നതിനാണ്, കാണാൻ പറ്റാത്തൊരു മങ്ങിച്ച ഇതിലേക്ക് പോകുന്നതിനാണ് നമ്മൾ ഡിമിനിഷ്ഡ് എന്ന് പറയാം. ഇനി മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലുതായി, നേരെ വിപരീതം, ഒബ്ജക്റ്റിനെക്കാട്ടി എത്രയോ വലുതായിട്ട് ഭീമാകാരമായ രൂപത്തിൽ കാണപ്പെടുന്നതാണ് മാഗ്നിഫൈഡ്. അപ്പോൾ ഡിമിനിഷ്ഡും മാഗ്നിഫൈഡ് ആയിരുന്നു നമ്മളിതിൽ പറയാത്തത്. ഓക്കെ, അതും കൂടി ക്ലിയർ ആക്കി സ്ഥിതിക്ക് നമുക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ നേരത്തെ HI/HO ഒക്കെ കണ്ടുപിടിച്ചു, മാഗ്നിഫിക്കേഷനെ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇമേജിൻ്റെ ഇറക്റ്റ് ആണോ വിർച്വൽ ആണോ ഇൻവേർട്ടർ ആണോ റിയൽ ആണോ നോക്കണം. ഫിഗർ ഇതല്ലേ? ഏതാണ്? നമ്മളെ ഈ ഇമേജിൻ്റെ കേസിലാണ് പറയുന്നത്, ഒബ്ജക്റ്റ് അല്ല കേട്ടോ. ഇമേജ് എന്ന് പറയുന്നത് ഇത് ഇൻവേർട്ടഡ് ആണ് അല്ലേ? ഒന്ന് ഇൻവേർട്ടഡ് ആണ്. പിന്നെ അപ്പോൾ നമ്മൾ എന്താണ്? ഇൻവേർട്ടഡ് ആണ്. അപ്പോൾ ഇറക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കി. ഇൻവേർട്ടർ ഇത് കൂട്ടി മുട്ടിയിട്ടാണല്ലോ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? വിർച്വൽ ആണോ റിയൽ ആണോ? റിയൽ ഇമേജ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ റിയൽ ഇമേജ്. അപ്പോൾ നമുക്കിവിടെ ഇൻവേർട്ടറും റിയൽ ഇമേജുമാണെന്ന് മനസ്സിലായി. ഇനി ഈ ചിത്രത്തിൽ തന്നെ നോക്കുക, ഒബ്ജക്റ്റിനെക്കാട്ടിയും വളരെ ചെറുതാണ് എന്ത്? ഇമേജ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റിനെക്കാട്ടി ചെറുതായി കഴിഞ്ഞാൽ അതിനെ വളരെ ചെറുതായിട്ട് പോകുന്നതിന് ഡിമിനിഷ്ഡ് ആണെന്ന് പറയാം അല്ലേ? ചെറുതായി പോകുന്നതിന് ഡിമിനിഷ്ഡ് എന്നും, ഒബ്ജക്റ്റിനെക്കാട്ടി വലുപ്പത്തിലാണ് ഈ ഇമേജ് ഉള്ളതെങ്കിൽ അതിനെ മാഗ്നിഫൈഡ് എന്നും പറയും. ഒബ്ജക്റ്റിനെക്കാട്ടി ചെറുതാണ് ഇമേജ് എങ്കിൽ ഡിമിനിഷ്ഡ് എന്നും, ഒബ്ജക്റ്റിനെക്കാട്ടി വലുതാണ് എന്ത് ഇമേജ് എങ്കിൽ മാഗ്നിഫൈഡ് എന്ന് പറയും. അപ്പോൾ ഈ ചിത്രത്തിൽ എന്താണിത്? ഇത് ഡിമിനിഷ്ഡ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പെട്ടെന്ന് പോവുകയാണേ. രണ്ടാമത്തെ ഫിഗർ നോക്കാം. രണ്ടാമത്തെ ഫിഗർ എന്താണ് നമ്മൾ നോക്കുന്നത്? ഇമേജും ഒബ്ജക്റ്റ് എന്താണ്? ഒബ്ജക്റ്റ് എന്താണ്? ഒബ്ജക്റ്റിൻ്റേത് HI എന്ന് പറയുന്നത് എന്താണ്? HI എന്ന് പറയുന്നത് ഇമേജിൻ്റെ HI എന്ന് പറയുന്നത് നെഗറ്റീവും HO എന്ന് പറയുന്നത് പോസിറ്റീവും. ക്ലിയർ, സെയിം കണ്ടീഷൻ തന്നെ. അപ്പോൾ അവിടെ എന്താണ് ഉണ്ടാകുക? മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആവും. ഇത് ഇൻവേർട്ടഡ് തന്നെയല്ലേ? ഇൻവേർട്ടറാണ്. എന്ത്? ഇമേജ് ഇൻവേർട്ടറാണ്, തല തിരിച്ചാണ്. പിന്നെ എന്താണ്? ഇൻവേർട്ടറാണ് ഇത്. പിന്നെ ഇത് റിയൽ ആണോ വിർച്വൽ ആണോ? റിയൽ ഇമേജ് ആണ്. ഇൻവേർട്ടർ ആൻഡ് റിയൽ ആണ്. ക്ലിയർ. ഇനി ഇത് അവിടെ നോക്കുമ്പോൾ എപ്പോഴും സെൻറ്റർ ഓഫ് കർവേച്ചറിലൊരു വസ്തു ഉണ്ടെങ്കിൽ, ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, ആ ഒബ്ജക്റ്റ് എവിടെയാണ് ഉണ്ടാകുക? ഇമേജ് എവിടെയാണ് ഉണ്ടാകുക? ഒബ്ജക്റ്റ് സെൻറ്റർ ഓഫ് കർവേച്ചറിലാണെങ്കിൽ ഇമേജും സെൻറ്റർ ഓഫ് കർവേച്ചറിലായിരിക്കും. അപ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് ദി ഇമേജ് ആയിരിക്കും. ആ കണ്ടീഷനിലും കൂടെ ഓർത്ത് വെക്കണേ. ഈ ചിത്രത്തിൽ പറയുന്നത് സൈസ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത്
ഈ ചിത്രത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്? സൈസ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് എന്താണ്? സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആയിരിക്കും. സെയിം സൈസ് തന്നെയല്ലേ? അതുകൊണ്ട് ഇത് രണ്ടും സെയിം സൈസാണ്. ഒബ്ജക്റ്റും ഇമേജും സെയിം സൈസാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സെൻറ്റർ ഓഫ് കർവേച്ചറിലുള്ള ഒരു പ്രത്യേകതയും കൂടിയാണത്, അത് ഓർത്ത് വെക്കുക കേട്ടോ. അതുകൊണ്ടാണ് സെയിം സൈസ് ആർട്ട് ഓഫ് ഒബ്ജക്റ്റ്. കണ്ടോ? ഇനി അടുത്ത് ഫിഗർ 3 എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ഫിഗർ 3 എന്താ പറയുന്നത്? ഒബ്ജക്റ്റ് HI എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ബിഹൈൻഡ് ദ മിറർ ആണല്ലോ. HI എന്ന് പറയുന്നത് ബിഹൈൻഡ് ദ മിററാണ്. HO എന്ന് പറയുന്നതും പോസിറ്റീവാണ്. പോസിറ്റീവ് ബൈ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് കിട്ടുന്നു. ഇനി നോക്കാം ഇമേജ് എങ്ങനെയാണ്. താഴോട്ടല്ലല്ലോ, മുകളിലോട്ടാണുള്ളത്. അതുകൊണ്ട് ഇറക്റ്റാണ്. ഈ കണ്ടീഷൻ പറയുന്നത് ഇറക്റ്റാണ്. ദെൻ ഇത് റിയൽ ആണോ വിർച്വൽ ആണോ? ബിഹൈൻഡ് ദ മിറർ ആയതുകൊണ്ട് തന്നെ പിന്നെ പറയുന്നില്ല. ബിഹൈൻഡ് ദ മിററാണ്. റേസ് തമ്മിൽ കൂട്ടിമുട്ടിട്ടല്ല ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഓരോ വിർച്വൽ ഇമേജുമാണ്. ഇറക്റ്റ് ആൻഡ് വിർച്വൽ ഇമേജാണ്. മാത്രമല്ല നോക്കാം, സൈസ് ഓഫ് ദി ഒബ്ജക്റ്റിനെക്കാട്ടി വലുപ്പമില്ലേ ഇമേജിന്? അതുകൊണ്ട് തന്നെ ഇതെന്താണ്? മാഗ്നിഫൈഡ് ഇമേജാണ്. ഓക്കെ, ഇനി അടുത്ത് ഫിഗർ 4 എന്താ പറയുന്നത്? അത് ഒരു കോൺകേവ് മിററല്ല, കോൺവെക്സ് മിററാണ് കേട്ടോ. അത്രേ ഉള്ളൂ, വേറെ ഒന്നും പ്രശ്നമില്ല. സെയിം ഇതുപോലത്തെ പ്രോസസ്സ് ഇനി അതിലും നടക്കുന്നത്. കോൺവെക്സ് മിററിൻ്റെ കേസിൽ നമുക്ക് ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? HI എന്ന് പറയുന്നത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? ഇമേജ് എവിടെയാണ്? പോസിറ്റീവാണ്. ഒബ്ജക്റ്റോ HO എന്ന് പറയുന്നതോ പോസിറ്റീവാണ് അല്ലേ? രണ്ടും ഇങ്ങോട്ട് തന്നെ അല്ലല്ലോ ഉള്ളത്, രണ്ടും മുകളിലോട്ടല്ലേ. അപ്പോൾ രണ്ടും പോസിറ്റീവാണ്. ഓക്കെ, ഇനി അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ബൈ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും മാഗ്നിഫിക്കേഷൻ. ഇനി ഇത് ഇറക്റ്റ് ആണോ വിർച്വൽ ആണോ ഇൻവേർട്ടഡ് ആണോ റിയൽ ആണോ? നോക്കാം. ഇത് വിർച്വൽ ഇമേജാണ് അല്ലേ? ബിഹൈൻഡ് ദ മിററല്ലേ കാണപ്പെടുന്നത്, വിർച്വൽ ഇമേജാണ്. അതോടൊപ്പം ഇത് ഇറക്റ്റുമാണ്. വിർച്വൽ ആൻഡ് ഇറക്റ്റാണ്. ക്ലിയർ? വിർച്വൽ ആൻഡ് ഇറക്റ്റാണ്. ഓക്കെ, ഇനി അത് കൂടാതെ ഇത് ഡിമിനിഷ്ഡ് അല്ലേ, ചെറുതായിട്ടല്ല പോകുന്നത്. ഒബ്ജക്റ്റിനെക്കാട്ടി ചെറുതല്ലേ ഇമേജ്, അതുകൊണ്ട് ഇത് ഡിമിനിഷ്ഡ് ആണ്. ഇനി 5th ഫിഗർ നോക്കാം. ഇതെന്താണ്? 5th ഫിഗറിൽ സെയിം കണ്ടീഷൻ തന്നെയാണ് കേട്ടോ ഇതിലുള്ളത്. എന്താണ് സെയിം കണ്ടീഷൻ? ഒബ്ജക്റ്റ് എന്താണ്? പോസിറ്റീവ്. HI എന്ന് പറയുന്നത് പോസിറ്റീവാണ്. HO എന്ന് പറയുന്നത് പോസിറ്റീവാണ് അല്ലേ? അപ്പം HI ബൈ HO എന്ന് പറയുന്നത് പോസിറ്റീവ് തന്നെയായിരിക്കും, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ്. ഇനി മാത്രമല്ല ഇത് രണ്ടും ഇറക്റ്റ് അല്ലേ? നേരത്തെ അതേ കണ്ടീഷൻ, രണ്ടും ഇറക്റ്റ് അല്ല, ഏതാണ് അല്ലേ? ഇറക്റ്റാണ്. ദെൻ ഇത് വിർച്വൽ ആണോ റിയൽ ആണോ? ഇമേജ് എന്ന് പറയുന്നത് എന്താണ്? ഇത് വിർച്വലാണ്. ബിഹൈൻഡ് ദി മിറർ ആയതുകൊണ്ട് വിർച്വലാണ് അല്ലേ? ഇനി എന്താണ് ഇവിടെ? ഇത് സെയിം കണ്ടീഷൻ തന്നെ, ഡിമിനിഷ്ഡ് ആണ്. ഹൈലി ഡിമിനിഷ്ഡ് ആണ്. അതായത് നേരത്തെ അപേക്ഷിച്ച് ഫിഗർ 4 അപേക്ഷിച്ചിട്ട് ഫിഗർ 5 ഒന്നും കൂടി ഡിമിനിഷ്ഡ് കണ്ടന്റ് ആയിരിക്കും. ഓക്കെ, ഇതനുസരിച്ച് നമുക്ക് ഓരോ ഫിഗറിൻ്റെയും എന്ത് ചെയ്യാം? നമുക്ക് സൈസും അതുപോലെ അതിൻ്റെ വിർച്വലാണോ ഇറക്റ്റാണോ ഇൻവേർട്ടഡ് ആണോ റിയൽ ആണോ അത് ഡിമിനിഷ്ഡ് ആണോ മാഗ്നിഫൈഡ് ആണോ മാഗ്നിഫിക്കേഷൻ എന്താണെന്നൊക്കെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഈ ചാപ്റ്റർ എന്ത് ചെയ്യാം? നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ ബേസ് ചെയ്തിട്ടേക്ക് ഇനി അടുത്തുള്ള ക്ലാസ്സുകളൊക്കെ വരിക. അപ്പോൾ ഇത് എവിടെ പോയാലും നമുക്ക് ഓപ്റ്റിക്സ് എന്ന് പറയുന്നത് ലൈറ്റിനെ കുറിച്ചുള്ള പഠനമാണ് ഓപ്റ്റിക്സ് എന്ന് പറയാം. ഓക്കെ, ഓപ്റ്റിക്സ് ഉള്ള രീതിയിൽ നിങ്ങൾ എവിടെ പോയിട്ട് പഠിക്കുകയാണെങ്കിലും ഈ കണ്ടൻറ്റുകൾ നമുക്ക് മിററിനെ സംബന്ധിച്ചുള്ള ഈ കണ്ടൻറ്റുകൾ മിററിന് പഠിക്കുകയാണെങ്കിൽ കോൺകേവ് മിറർ കോൺവെക്സ് മിറർ ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഇത് നിർബന്ധമായിട്ടും പഠിക്കേണ്ടതായിരിക്കും. ഇത് കൺഫ്യൂഷൻ ഇല്ലാതെ വ്യക്തമായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.